ഭഗവത്ഗീതയിൽ ദൈവത്തിന്റെ ദൃഷ്ടാന്തം പുറത്തു വരുന്നുള്ളത് പറയുന്നുണ്ട്. അധ്യായം 4 ജ്ഞാന കർമ്മയോഗ വാക്യം 7-8. ഭഗവാൻ തന്റെ അവതാര ലക്ഷ്യങ്ങൾ എടുത്തു പറയുന്നു. സജ്ജനങ്ങളെ, ധർമ്മിഷ്ഠരെ, ഭക്തരെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നതിനും ധർമ്മത്തെ വീണ്ടും ഉറപ്പിക്കുവാനും വേണ്ടിയാണ് ഞാൻ ഓരോ യുഗത്തിലും അവതരിക്കുന്നത്. ധർമ്മ സംരക്ഷണം, ദുഷ്ടനിഗ്രഹം, ശിഷ്ടപരിപാലനം എന്നിവയിലാണ് അവതാരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഹേ ഭാരത, എപ്പോഴെല്ലാം ധർമ്മത്തിന് തളർച്ചയും അധർമ്മത്തിന് ഉയർച്ചയും സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഞാൻ സ്വയം അവതരിക്കുന്നു. ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ അവതരിക്കുന്നത്. അപ്പോൾ അക്രമങ്ങളും അനീതിയും നടക്കുന്ന സമയത്ത് സൃഷ്ടാവ് സ്വയം അവതരിക്കുമെന്ന്. അപ്പൊ സ്വയം അവതരിക്കുക എന്ന് പറഞ്ഞാല് സൃഷ്ടാവിന്റെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞാലും ആ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് അവിടെ നീതി നടപ്പിൽ വരും, അഥവാ ധർമ്മം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അഥവാ അനീതികൾക്കെതിരെയുള്ള ഇവിടെയും പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്. ആ സമയത്തും അതിനെ എതിർക്കുന്ന ആളുകളുണ്ടാവും, വിശ്വസിക്കാത്ത ആളുകളെ, അവർക്കാണ് അതിനുള്ള ശിക്ഷ വന്നെത്താനും സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നത് ഒരേ ഒരു കാര്യം തന്നെയാണ്. അതിൽ ചില കാര്യങ്ങൾ മനുഷ്യന്റെ കൈകടത്തൽ കാരണം ഒരുപാട് അകൽച്ച സംഭവിച്ചു പോയത്. ശരീരത്തിൽ സൃഷ്ടാവിന്റെ തെളിവ് വരും, നമുക്ക് പുറത്തും വരും. ആ തെളിവ് വരുന്ന സമയം ഒരു പക്ഷേ ഇത് ഭഗവത്ഗീതയിലൂടെ നമുക്ക് പറയാനുള്ളത് കൽക്കി അവതാരത്തെ കുറിച്ചിട്ടാണ്.